ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിന്റെ തമിഴിലെ ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അതായത് സീസൺ 2ന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞാൻ തമിഴിലെ ഭാഗം തന്നെയാണ് പറഞ്ഞത്, ഒറിജിനൽ ഭാഗം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫേക്കും കാര്യങ്ങളൊന്നും തന്നെയല്ല, തമിഴിലെ എപ്പിസോഡ്സ് കണ്ടിട്ടാണ് റിവ്യൂ പറയണത്. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ 6 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുന്നതാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോണത്. വിക്രം ആകെ മാറി കേട്ടോ. വിക്രം ജയിലിൽ ആരോടും സംസാരിക്കാറൊന്നുമില്ല. അവിടുത്തെ ജയിൽ സൂപ്രണ്ടിനും അവിടുത്തെ ജയിലിലെ വാർഡനും ഒക്കെ വിക്രത്തിനെ കൊണ്ട് ഒരു ഇതും ഇല്ല, ശല്യവും ഇല്ല. വിക്രം വരും, ബുക്സ് ഒക്കെ വായിക്കും, ഭക്ഷണം കഴിക്കും, പണി ചെയ്യും, കിടന്നുറങ്ങും, ബുക്സ് വായിക്കും. ഏത് നേരവും ബുക്സ് വായിക്കല് മാത്രമാണ് വിക്രം ചെയ്യണത്. വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. 6 വർഷത്തിന് ശേഷം വിക്രം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 8 വർഷത്തിന് ശേഷമാണ് കേട്ടോ, 6 അല്ല 8 വർഷത്തിന് ശേഷമാണ് വിക്രം പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന വിക്രത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഏട്ടനും മേടത്തിയും കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വിക്രം പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഏട്ടനെ വിശ്വേട്ടനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയാട്ടോ. വിക്രം ആദ്യം നോക്കുന്നത് വേദയും തന്റെ കുഞ്ഞും അവിടെ ഉണ്ടോന്നാണ്. അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. ഏട്ടനോട് ചോദിക്കണ്ട, ഏട്ടാ എന്റെ വേദയും കുഞ്ഞും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല എന്ന് പറയാണ്. അത് മാത്രല്ല, നമ്മുടെ വിക്രത്തിന്റെ അച്ഛനൊക്കെ മരിച്ചു പോയിട്ട് നമ്മുടെ മാഷുണ്ടല്ലോ, മാഷ് മരിച്ചുപോയി. അപ്പോൾ നമ്മുടെ വിക്രം എന്താ ചെയ്യുന്നത്, തന്റെ വേദനയും തനിക്കുണ്ടായ കുഞ്ഞിനെയും കാണാൻ വേണ്ടിയുള്ള ഒരു ആവേശത്തില് വേദ മിക്കവാറും വീട്ടിലുണ്ട്, വേദന വീട്ടിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വിക്രം നേരെ വേദയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവിടെ പോയിട്ടാണ് വിക്രം അറിയണത് അവിടെയും വേദയില്ല. അവർക്കും അറിയില്ല വേദ എവിടെയാണെന്ന്. വേദ ഇപ്പൊ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ജില്ലാ കളക്ടറാണ് കേട്ടോ. അവിടുത്തെ ആ ഒരു വേദ ഭരിക്കുന്ന ആ ഒരു സ്ഥലത്തെ നാട്ടില് ഒരു അധർമ്മവും നടക്കുന്നില്ല. കാരണം വേദ അധർമ്മങ്ങൾക്ക് നേരെ പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ കളക്ടറാണ്. അവിടുത്തെ ആളുകൾക്ക് വേദന അത്രമാത്രം ഇഷ്ടമാട്ടോ. പക്ഷെ വേദയുടെ വിക്രത്തിന്റെ മകളുണ്ടല്ലോ, ആ കുഞ്ഞിപ്പോ 9 വയസ്സായട്ടോ, ഒരു പെൺകൊച്ചാണ്. ആ പെൺകൊച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ കയ്യൊക്കെ ഉരുക്ക് പോലെയാണ്. അതായത് വിക്രത്തിന്റെ സ്വഭാവം എന്താണോ അതുപോലെ തന്നെ. ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് 2 അടി കൊടുക്കും. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എപ്പോഴും പ്രശ്നം തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ കുഞ്ഞിനെ കാണിക്കണം തന്നെ അങ്ങനത്തെ ഒരു ഭാഗത്തോടെയാണ്. അതായത് ഒരു പരാതിയായിട്ടാണ് വരുന്നത്. വേറൊരു കുട്ടിയുടെ കൈ മാന്തി പൊട്ടിച്ചു. ആ കുട്ടിയുടെ പാരന്റ്സ് കംപ്ലൈന്റ് പറയാൻ വേണ്ടി വേദയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മോളുടെ കൈ കീറിപ്പറിച്ചത് കണ്ടില്ലേ, നിങ്ങളുടെ കുഞ്ഞാണ്, വേദ മേഡത്തിന്റെ കുഞ്ഞായത് കൊണ്ട് മാത്രം ഞങ്ങൾ കംപ്ലൈന്റ് ഒന്നും കൊടുത്തില്ല. പക്ഷെ ഇതുപോലെ ഇനി ഉണ്ടാവരുത് മേഡം എന്ന് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞിന്റെ പാരന്റ്സ് അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ കുഞ്ഞിന്റെ ആയ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത്? അവൾ എന്റെ അച്ഛൻ ആരാണെന്നും എനിക്ക് അച്ഛനില്ലെന്നും അച്ഛനില്ലാത്തവളാണെന്നും അവരെ കുറ്റപ്പെടുത്തി, അതിനാണ് ഞാൻ അവളെ ഉപദ്രവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. പിന്നീട് വേദക്ക് ചെറിയൊരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവുന്ന, ആന്ധ്രാപ്രദേശിലൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അവിടുത്തെ വലിയൊരു നേതാവുണ്ട്. അയാളുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ വേദ പിടിച്ചു. അതിന്റെ പേരിൽ തന്നെ വേദന അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലേക്ക്, ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ. അതായത് നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെ സ്വന്തം സ്ഥലത്തേക്ക് തന്നെ. വേദക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അപ്പൊ വേദ അവിടെ സഹായിക്കാൻ നിൽക്കണ ആയെടുത്ത് പറയുന്നുണ്ട്, എനിക്കിപ്പോ ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത് സ്വന്തം നാട്ടിലേക്കാണ്. അത് നല്ല കാര്യമല്ലേ? എല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം നാട്ടിലേക്ക് പോകുക എന്നുള്ളത്. നിനക്ക് സ്വന്തം നാട്ടിലേക്ക് കിട്ടിയത് നല്ല കാര്യമല്ലേ? ഇല്ല, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവിടെ പോവാനാണ് എന്നൊക്കെ വേദ പറയുന്നുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേദ ആരോടും പറയാതെ നമ്മുടെ വീട്ടിന്റെ അടുത്ത്, അതായത് വേദയുടെയും വിക്രത്തിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് വേദ ഒരു ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കുക കേട്ടോ. അവിടേക്ക് നമ്മുടെ വേദയും കുഞ്ഞും ആ ആയയും കൂടി രാത്രിയാണ് അവിടേക്ക് എത്തുന്നത്. വേദ നാട്ടിലേക്ക് എത്തുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണ്. അവിടെ എത്തുമ്പോൾ തൊട്ട് വേദക്ക് വിക്രത്തിന്റെ വിചാരവും വിക്രത്തിന്റെ വീട്ടുകാരുടെ വിചാരവും തന്റെ അച്ഛനെയും അമ്മേനെയും മുത്തശ്ശിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും വേദ അതൊക്കെ മറക്കാണ്. ഇപ്പൊ തന്റെ ഇമ്പോർട്ടൻസ് തന്റെ ജോലി മാത്രമാണ്. തന്റെ മോളെ നല്ല രീതിയിൽ വളർത്തണം, അത് മാത്രമേ വേദ വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേദ വേറെ ആരെ കുറിച്ചും അവിടെ ചിന്തിക്കുന്നില്ല. ആരെങ്കിലും തന്നെ അന്വേഷിച്ച് വന്നാൽ പോലും ആരെയും പരിചയമില്ല എന്ന് പറയാൻ തന്നെയാണ് വേദയുടെ ഉദ്ദേശം കേട്ടോ. അങ്ങനെ നമ്മുടെ പിന്നീട് കാണിക്കുന്ന രാധേനെയാണ് കേട്ടോ. രാധ പഴയ പോലെയൊന്നുമല്ല, രാധ ഇപ്പൊ വക്കീലാണ്. രാധനെ പഠിപ്പിച്ച ഒരു വക്കീലാക്കിയിരിക്കുന്നത് നമ്മുടെ വിക്രം തന്നെയാണ് കേട്ടോ. അതായത് രാധനെ കുറച്ചുനാൾ കാണിച്ചില്ലല്ലോ, രാധ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ വിക്രമാണ് രാധനെ സഹായിച്ചത്. വിക്രം മാത്രല്ല വേദയും കൂടിയാട്ടോ. രാധ ഇപ്പൊ വലിയ വീടൊക്കെ വെച്ച് തന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിലാണ് താമസം. രാധയുടെ അമ്മേനെ ഒന്നും കാണിക്കുന്നില്ല. വിക്രം വേദ പോയ വിഷമത്തിൽ രാധയുടെ വീട്ടിൽ കുടിച്ച് മറിഞ്ഞ് അവിടെയാട്ടോ കിടക്കണത്. അത് രാധയുടെ അച്ഛന് ഒട്ടും ഇഷ്ടമല്ല. കാരണം രാധക്ക് ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട്. ആ സമയത്ത് ഈ ജയിൽ പുള്ളി അവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ രാധയുടെ വിവാഹം മുടങ്ങുമല്ലോ. അത് രാധയുടെ അച്ഛൻ രാധയുടെ പറയുന്നുണ്ട്, ദേ ഇവൻ ഇവിടെ വന്ന് കിടക്കണേ എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഇവനെ പുറത്താക്കുമ്പോളെ ഇപ്പൊ നീ നല്ലൊരു പൊസിഷനിലാണ്, അതിന്റെ പേര് തന്നെ പോകും ഇവനെ പോലത്തുള്ള ആൾക്കാർ കൂട്ടുകൂടി കഴിഞ്ഞ്.
അത് കേട്ട് രാധ പറയണ്ട്, അച്ഛൻ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എന്നെ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ചത് വിക്രമാണ്. ആ വിക്രത്തിന് ഒരിക്കലും ഞാൻ കൈവിടില്ല. വിക്രത്തിന്റെ ഇപ്പത്തെ അവസ്ഥ അച്ഛൻ അറിയാലോ. വേദ എവിടെയാന്ന് വിക്രത്തിന് അറിയില്ല. പിന്നെ തന്റെ കുഞ്ഞ് ഇല്ലെന്നൊക്കെയാണ് വേദയുടെ വീട്ടുകാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ ഒരു ഭയങ്കര വിഷമത്തിലാണ് വിക്രം. ആ സമയത്ത് വിക്രത്തിനെ കൈവിടാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ വേദ തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ വിക്രം തെറ്റിദ്ധരിക്കാട്ടോ. അങ്ങനെ പതുക്കെ രാധ വേദയുടെ വിക്രത്തിന്റെ ആ ഒരു കള്ളുകൂടി മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും വേദയും വിക്രവും കൂടി പരസ്പരം കാണുന്ന സീനൊക്കെ ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് വേദ നമ്മുടെ കുഞ്ഞിനെ അവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോ ആ സ്കൂളിൽ പോകുമ്പോഴേക്കും നമ്മുടെ വേദനെ പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ അവിടെ. വേദ പറഞ്ഞിട്ട്, വേദയല്ലേ വേദ വിക്രം എന്ന് പറയുമ്പോഴേക്കും, സോറി ഞാൻ വേദ വിക്രമല്ല എന്ന് പറയണ, വേദ അത്രേ ഉള്ളൂ ഞാൻ എന്ന് പറയാണ്. എന്റെ മോൾക്ക് ഇവിടെ ഒരു അഡ്മിഷൻ വേണമെന്ന് പറയണം. അതിനെന്താ മേഡം എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ ഒപ്പിട്ട് സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ മോൾക്ക് അവിടത്തുള്ള ഒരു 4ാം ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ ആ സ്കൂളൊക്കെ മോളും വേദയും കൂടി കറങ്ങി കാണുവാട്ടോ. അപ്പൊ വേദ ചോദിക്കുന്നു, മോൾക്ക് ഈ സ്കൂളൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായമ്മേ, നല്ല സ്കൂളാ. ഇതാണമ്മേ അമ്മ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് ചോദിക്കുമ്പോഴേക്കും വേദ പറയണ്ട്, അതേ മോളെ, ഇതാ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയണോ. അമ്മ പഠിച്ച സ്കൂളാണ് ഇത്. അതെ, മോൾക്ക് ഇഷ്ടമായ? ഒത്തിരി ഇഷ്ടമായി അമ്മേ. ഈ നാടൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് അമ്മേ. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, അമ്മയുടെ ജനിച്ചു വളർന്ന സ്ഥലം ഇതാണ്, അമ്മയുടെ പഠിച്ച സ്കൂൾ ഇതാണെന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ? അപ്പോ അമ്മയുടെ വീട് ഇവിടെ തന്നെയല്ലേ? നമുക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോയാലോ? അവിടെയാണെങ്കിൽ അമ്മയുടെ അച്ഛനും, അതായത് നമ്മുടെ ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ഉണ്ടാവില്ലേ? ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാമേ. ഞാനിതുവരെ അവരൊന്നും കണ്ടിട്ടില്ലല്ലോ. അതേ മോളെ, നിനക്ക് ബന്ധുക്കളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു നീ വെറുതെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് വേദ മോളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാട്ടോ. മോളാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അങ്ങനെ പലതും പറയും, പക്ഷേ കേരളത്തിലേക്ക് വന്നിട്ട്, അതും അമ്മ ജനിച്ചു വന്ന ഈ നാട്ടിലേക്ക് വന്നിട്ട് അമ്മേനെ കാണാതിരിക്കുന്നത്, അമ്മയുടെ വീട്ടുകാരെ കാണാതിരിക്കുന്നത് ശരിയല്ല. അമ്മ അറിയാതെ അമ്മയുടെ വീട് എങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിക്കണം. അമ്മയുടെ അച്ഛൻ എന്താണ് ജഡ്ജിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ റിട്ടയർഡ് ആയെന്നും അറിയാം. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് അമ്മയുടെ വീട് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്റെ ഗ്രാൻഡ്മേനെ എനിക്ക് കാണണം. അതിനുശേഷം എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആള് എവിടെയാണെന്ന് എനിക്കറിയണം. അതും കണ്ടുപിടിക്കും. എനിക്ക് അച്ഛനില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയ ആ പിള്ളേരുണ്ടല്ലോ, ആ ആന്ധ്രാപ്രദേശിലെ പിള്ളേര്, അവിടെ മുമ്പിൽ കൊണ്ടുപോയി ഞാൻ നിർത്തും, എന്റെ അച്ഛനെ കൊണ്ടുപോയി ഞാൻ നിർത്തും എന്നൊക്കെ ആ കുഞ്ഞിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. അതാണ് ആ കുഞ്ഞ് ആദ്യം വിചാരിക്കുന്നത്. ആദ്യം വേദന വീട്ടിലേക്ക് പോകുക, ശേഷം തന്റെ അച്ഛന്റെ വീട്ടുകാരെ കണ്ടുപിടിക്കുക, അച്ഛനെ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ അച്ഛനെയും കൂട്ടിക്കൊണ്ട് മുമ്പ് തന്നെ കളിയാക്കിയ ആ പിള്ളേരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുക. ഇതൊക്കെയാണ് ആ കൊച്ചിന്റെ ഇപ്പത്തെ ആ ഒരു സംഭവം തീരുമാനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഭാഗമാണ് നമ്മൾ അടുത്ത് കാണാൻ വേണ്ടി പോണത്. അപ്പൊ ഇതിന് ശേഷമാണ് നമ്മുടെ വേദയും വിക്രവും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഭാഗം കേട്ടോ. അത് ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. എനിക്കറിയില്ല തമിഴില് ഈ ഇത്രയും ഭാഗം ഇതുപോലെ തന്നെ മലയാളത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും. പക്ഷേ നമുക്ക് ഇന്നലെ 18-ാം തീയതിയാണ് സീരിയൽ തുടങ്ങുന്നത്. അതുവരെ നമുക്ക് തമിഴിലെ ഭാഗം പറയാന്ന് വെച്ചിട്ട് ഞാൻ റിവ്യൂ പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ മറ്റുള്ള ഈ വീഡിയോ റിവ്യൂ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറയണേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.